ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് വെച്ച് നമുക്ക് നോക്കാം. ഇന്നലെ വഴക്ക് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അയ്യോ, അത് കാണാനേ പറ്റില്ല, ആ ലെവലിൽ വഴക്ക്. എന്താ അറിയോ, കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വെസൽ ടീമിൽ അനുമോളും ഷാനവാസുമാണല്ലോ. ഇവർ ഈ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലേശം എന്തൊക്കെയോ പൊടി ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ ഈ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു പാത്രം വീണ്ടും ഒരിക്കൽ വാഷ് ചെയ്തിട്ടില്ലേ അവിടെ കുക്ക് ചെയ്യുക. അപ്പം ലേശം പൊടിയുണ്ട് പറഞ്ഞിട്ട് വിരന് വന്നിട്ട് കഴുകണം എന്നാണ് ഇപ്പം അവർ വാശി. ക്യാപ്റ്റനായി 3 പേര് വാശി. അതിൽ അക്ബർ വന്നിട്ട് ഷാനവാസിനോട് പറയണു, കണ്ടില്ലേ ഈ പാത്രത്തിലൊക്കെ അവിടെ പൊടി, പാത്രം കഴുകിയത് തീരെ വൃത്തിയില്ല, അപ്പോൾ അത് വീണ്ടും കഴുകണത്ര. ഇവർക്കൊന്നും ഇത്തിരി കഴുകി വെച്ചൂടെ? അത് അവർ ചെയ്യുന്നില്ല. ഇവർ കഴുകിയാൽ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്ര അവർ വാശി പിടിച്ചിട്ട് അവർ നിൽക്കണു. അവിടെ തുടങ്ങിയ ഓർഗ്യുമെന്റ്. അപ്പം അനുമോൾ പറഞ്ഞു, അനുമോൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ട് പറഞ്ഞു പറഞ്ഞാൽ അവർ വാഷ് ചെയ്തിട്ട് അവരവരുടെ പാട്ടിൽ കുക്ക് ചെയ്യും. ഇത്ര പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്താ, അത് 3 ക്യാപ്റ്റനായപ്പോൾ ഓവർ പ്രശ്നമായി തോന്നുന്നു. അവിടെ ഒരു ക്യാപ്റ്റന്മാർ അത്ര ചീപ്പായിട്ടാണ് അവിടെ ഓരോന്ന് ബിഹേവ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കം പ്രശ്നമായി. നെവിൻ എന്ത് ചെയ്തറിയോ, പാലെടുത്തിട്ട് നെവിൻ പിന്നെ തോന്നിയ പോലെയാണല്ലോ അവിടെ കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ. പാലെടുത്തിട്ട് പോയിരുന്ന ഷാനവാസ പാലിനെ പിടിച്ച് അങ്ങോട്ട് വലിച്ചു. അത് പൊട്ടിയല്ല, മേത്തൊക്കെ തെറിച്ചു. നെവിനെ കവറിനെടുത്തങ്ങോട്ട് ഷാനവാസിന്റെ മേത്തേക്ക് അങ്ങോട്ട് ഒറ്റ വീശ്. ഷാനവാസ് അങ്ങനെ കുഴഞ്ഞങ്ങോട്ട് പോകണു. ഷാനവാസിന് ഏർക്കണമേ ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളാണ്. പിന്നെ ഈ ഒരുപാട് ഓർഗ്യുമെൻ്റ് അല്ലേ അവർ ചെയ്യുന്നത്. ഈ ഒത്തിരി ഓർഗ്യുമെൻ്റ് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് വരാത്തവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ ലെവലിലാണ് അവിടെ നടക്കുന്ന സംഭവങ്ങളും ഓർഗ്യുമെൻറ്റും ഒക്കെ. അങ്ങനെ കുഴഞ്ഞു ഷാനവാസ് വീണു. എന്നാൽ ആ ഷാനവാസ് വീണാലും നമ്മൾ നെവിനും ആര്യനും അക്ബറും 3 പേരും ഉള്ളല്ലോ ക്യാപ്റ്റൻ, ഇവർ പറയുകയാണ് ഇത് വെറും വേർഡ് വെച്ചിട്ട് കാണിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയണത്. നമുക്ക് ഇത്രയും വയ്യാണ്ട് ഒരാൾ അവിടെ കുഴഞ്ഞു വീണ സമയത്ത് വേണം വെച്ചിട്ട് ആരെങ്കിലും നിങ്ങൾ കാണിക്കുമോ? ഇതൊരു ഫേക്കാണ് എന്നുള്ള രീതിക്കാണ് ഇവർ കാണിക്കുന്നത്. ഒരാൾ വയ്യാണ്ട് അങ്ങോട്ട് വീണ് കിടക്കുമ്പോൾ ഫേക്കാണെന്ന് പറയാൻ എങ്ങനെ തന്നെ ഇവർക്ക് മനസ്സ് വരുന്നതെന്ന് അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ആർക്കാണെങ്കിലും ഭയങ്കര മോശം പറഞ്ഞാലും പോരാ, അത്രയ്ക്ക് മോശമായിരുന്നു ഇവരെ 3 പേര് ബിഹേവിയേഴ്സ്. നെവിൻ ക്യാപ്റ്റനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഇല്ല. നമുക്ക് കണ്ടാലേ നമ്മൾക്കേ വരും ഹാർട്ട് അറ്റാക്ക്. ആ ലെവലിലാണ്, ഭയങ്കര ഡ്രാമയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത്. നെവിൻ തീരെ ശ്രദ്ധിക്കുന്നുമില്ല ഷാനവാസിനെ കൺഫെക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഈ ഹൗസ് മേറ്റ്സുള്ള എല്ലാവരും കൂടിയിട്ട് ഊക്കം പ്രശ്നവും വഴക്കും. ഒരാൾ അത്ര സീരിയസ് ആയിട്ട് വയ്യാണ്ട് ഈ നെഞ്ഞത്ത് പിടിച്ചിട്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓർഗ്യുമെൻറ്റും വഴക്കം ചെയ്യുന്നു. ഇതെന്താ ന്യായം? ഒരു ബേസിക് ആയിട്ട് ആർക്കും ഒരു കോമൺ സെൻസേ അവിടെ ഇല്ലാത്ത പോലെ തോന്നി. എല്ലാവരും നമുക്ക് അവിടെ കാണുമ്പോൾ ദേഷ്യമാണ് വന്നത്. അനുമോളെ പിടിച്ചിട്ട് നെവിൻ പിടിച്ച് അടിക്കുന്നു. പിന്നെ ബിഗ് ബോസ് വാൺ ചെയ്തു, എന്ത് തന്നെയാണെങ്കിലും ശാരീരികമായിട്ട് ആക്രമണങ്ങൾ അവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അവിടെ അനൗൺസ് നല്ല കുറച്ച് ഫോഴ്സ് ആയിട്ട് തന്നെ ചെയ്തപ്പോഴാണ് നെവിൻ കുറച്ചൊന്ന് ഒതുങ്ങിയത്. നെവിൻ ഒതുങ്ങണേ ഇല്ല. നമ്മൾക്ക് കണ്ടുപോലെ ഭയങ്കര ദേഷ്യം വരും നെവിൻ്റെ ഈ ആക്ടിവിറ്റീസ്. എന്താണ് ഇത്രയ്ക്കൊരു ബേസിക് ആയിട്ടൊരു കോമൺ സെൻസേ ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് നെവിനൊക്കെ. അങ്ങനെ നമുക്ക് വരും ഭ്രാന്ത്. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഒന്ന് ഒതുങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്നെ രണ്ടായാലും പുറത്തേക്ക് ആക്കുമല്ലോ എന്നും പറഞ്ഞ് പോയി. ആള് സൂപ്പറായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നിൽക്കണു നെവിൻ. എന്തിന് അഥവാ എന്നെ ഇനി എന്തായാലും പുറത്ത് പോകും. അപ്പോഴും ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത് നെവിൻ വന്നിട്ട്. പിന്നെ അതിൽ 100 വരുമ്പോൾ ഭയങ്കര വിഷമമായി. ഇവരുണ്ടാക്കിയ കുക്കിംഗ് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഉണ്ടാക്കണ്ട, കുക്കിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട, ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇവർ 3 പേരും കൂടി തീരുമാനിച്ചു ഇത്രയ്ക്ക് ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന കുക്കിംഗ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്, നമ്മളെ ഇടയ്ക്ക് കഴിക്കാമെന്നും പറഞ്ഞു. ബിഗ് ബോസ് എന്താ പറയുന്നത് നോക്കട്ടെ, നമ്മൾക്ക് തന്നെ കുക്കിംഗ് ചെയ്യാം എന്നും പറഞ്ഞു 3 പേരും കൂടി തീരുമാനിച്ചു. കുക്കിംഗ് ചെയ്തു. ഇവരും 3 പേരും തനി കുക്കിംഗ് ചെയ്ത് കഴിച്ചു. ഷാനവാസും നമ്മുടെ ഇവനില്ലേ, അവൻ്റെ പേര്, സാബുമാൻ, ഇവർ 2 പേരും അവരുണ്ടാക്കിയ കുക്കിംഗ് കഴിച്ചു. അപ്പം ഷാനവാസ് ഹോസ്പിറ്റലായല്ലോ അനീഷ്. അപ്പം അനീഷ് വന്ന് ചോദിക്കുന്നു, ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവില്ലേ, നിങ്ങൾ വന്ന് കഴിക്കൂ എന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് കുക്കിംഗ് വേണ്ട, ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞു അനീഷിനും ഒക്കെ ഭയങ്കര ടെൻഷനായി. അനീഷ് പോയിട്ട് വോമിറ്റിങ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ സാബുമാൻ അവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. ഒരു പെൺകുട്ടികളും കൂടിയിട്ട് അത്രയ്ക്ക് റിയാക്ട് ചെയ്യണു. സാബുമാൻ എന്താ അവിടെ ചെയ്യുന്നത്? എന്ത് കണ്ടാലും കണ്ടില്ലാന്ന് അടിച്ചിട്ടിരിക്കുക. ഇങ്ങനെ തന്നെ ഇവർക്ക് ഇങ്ങനെ മനസ്സ് വരണോ ഈ പ്രായത്തുള്ള പിള്ളേർക്ക്? ഇങ്ങനെ എന്ത് കണ്ടാലും കണ്ടില്ലാന്ന് നടിച്ചിട്ടിരിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടികൾ അവിടെ അത്രയ്ക്ക് അവിടെ എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നുണ്ട്. അവര് വേണ്ട കാര്യങ്ങൾക്കൊക്കെ അപ്പം അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. സാബുമാൻ ഏതൊന്നും റിയാക്ഷനേ ഇല്ല, ഉണ്ടാണ്ട് അവിടെ ഇരിക്കുന്നു സാബുമാൻ. ഉള്ളത് നമുക്കേ അറിയില്ല, അങ്ങനെ ഒരു കണ്ടൻസൻസ് ആണ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോഴേ അറിയുന്നില്ല.
പിന്നെ ഇന്നലെ ടിക്കറ്റ് ടു ഫിനാലിൻ്റെ എന്താണ് 5th ടാസ്ക് ആയിരുന്നു. റിങ്ങിൽ ബോൾ ഉണ്ടാകും, അതിങ്ങനെ ചുറ്റണം. അനുമോൾക്ക് കളിക്കാനേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അനുമോൾ ഫസ്റ്റേ പുറത്ത് വന്നു. ജയിച്ചത് നെവിൻ. പിന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ, നെവിനാണ് ഫസ്റ്റ് ജയിച്ചത്. പിന്നെ ടിക്കറ്റ് ടു ഫിനാലിൻ്റെ 6th ടാസ്ക് ഉണ്ടായിരുന്നു. അത് മീൻ്റെ മുള്ളു പോലെ, ശരിക്കും ഒരു മീൻ്റെ മുള്ളു പോലെ ആ പൈപ്പിൻ്റെ പീസിൽ അവിടെ ഫിറ്റ് ചെയ്യണം. അത് ഒരു കൈ കൊണ്ട് വേണം ഫിറ്റ് ചെയ്യണം, വേറൊരു കൈ ബാക്കിൽ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടാസ്കിൽ വന്നിട്ട് അനുമോളാണ് ഇന്നലെ ജയിച്ചത്. ഇന്നലെ ഇതൊക്കെയായിരുന്നു എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.